मेहता का उल्टा चश्मा। पढ़ाई भी मस्ती भी दोनों एक ही ऐप में। TNPOC प्ले स्कूल ऐप अभी डाउनलोड कीजिए। എടാ ടപ്പു, മിടുക്കനാണല്ലോ, പിടിച്ചു കളഞ്ഞല്ലോ. എന്താടാ ഇത്? അടപ്രഥമന് പകരം പന്ത് പ്രഥമൻ കഴിക്കണോടാ ഞാൻ. ദേഷ്യപ്പെടല്ലേ മുത്തശ്ശ, കൊച്ചു പയ്യനല്ലേ, അറിയാതെ ചെയ്തു പോയതാ. അത് പിന്നെ അച്ഛാ, ഇതാ വായിച്ചോളൂ. ഇന്നത്തെ പത്രം കണ്ടില്ലല്ലോ. പറയുന്നത് കേട്ടാ നീ മേടിച്ചേതാണ്ട് ഡോക്ടറേറ്റ് സർട്ടിഫിക്കറ്റ് ആണെന്ന് തോന്നുവല്ലോടാ. പഠിക്കാൻ വിട്ടപ്പോ പുളിമരത്തെ കയറിയിരുന്നവനാ. ആദ്യം ഇങ്ങോട്ട് താഴാ. എന്റെ കാല് പൊട്ടി. ദയ കാണിക്കുന്നേ, എന്നോട് ദയ കാണിക്കേ. നിന്റെ അനുജ സുന്ദരനോട് മോഡലിംഗ് ചെയ്യാൻ പറ. ഇങ്ങോട്ട് വരണ്ട. കാര്യം പറഞ്ഞേക്കാട്ടോ, ടപ്പുന്റെ അച്ഛ, എന്റെ അനിയൻ വരുന്നത് ട്രെയിനിലാണിട്ടോ. ട്രെയിനില് നിങ്ങൾ എയർപോർട്ടിൽ ചെന്നിട്ട് അവനെ വിളിച്ചോണ്ട് വരണട്ടോ. ട്രെയിനിൽ വരുന്നവന് എയർപോർട്ടിൽ എന്ത് കാര്യം? ഓട്ടോ പിടിക്കണമെങ്കിൽ എയർപോർട്ടിൽ പോണം. കാരണം നമ്മുടെ ഏരിയയിൽ ഇപ്പൊ സ്ട്രൈക്ക്. നമുക്ക് അമ്മാവനെ വിളിക്കാൻ സ്റ്റേഷനിലേക്ക് പോവാം. സ്റ്റേഷനിലെത്തി നിന്റെ അമ്മാവൻ എന്താ കല്ല് പോലെ അവിടെ തന്നെ നിക്കുക? അവിടുന്ന് അവനെന്താ ഇങ്ങോട്ട് അനങ്ങാൻ പറ്റില്ലേ? ഇവനെയൊക്കെ റെയിൽവേ സ്റ്റേഷനിലല്ലോ, വേറെ വല്ല സ്റ്റേഷനിലും കയറ്റണം. അടുപ്പിക്കാൻ കൊള്ളൂലടാ. ഇവിടെ വായിലിരിക്കുന്നത് കേൾക്കുന്നതിലും ഭേദം കടയിൽ പോയിരിക്കും. എന്താടാ ഈ കാണിക്കുന്നത്? അച്ഛൻ വന്നില്ലെങ്കിൽ എന്താ, ഈ ടപ്പു പോയി അമ്മാവനെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചോണ്ട് വരും. എന്റെ ചക്കരക്കുട്ട, നിനക്ക് എന്തൊരു തരം ബുദ്ധിയാണ്ട്. അമ്മ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു വിചാരിക്കണ്ട. അമ്മ ഉള്ളപ്പോ ഞാൻ എന്തിനാ? എന്താ അമ്മ ഇത്? ഞാൻ വരുന്നില്ല. ഡോക്ടർ ഗുലാട്ടി കണ്ടുപിടിച്ച ഈ യന്ത്രം ലോകത്തിന്റെ സന്തോഷം ഇരട്ടിപ്പിക്കുന്നു. ആദ്യം ഞാൻ ഈ പറക്കുന്ന ഓട്ടോ പരീക്ഷണാർത്ഥം ഒന്ന് ഓടിച്ചു നോക്കട്ടെ. എന്നിട്ട് വേണം അഭിമാന പുരസ്സരം ഇത് ലോകത്തിന് സമർപ്പിക്കുവാൻ. കിഴക്കോട്ട് നോക്കിയാൽ 40 കിലോമീറ്റർ, വടക്കോട്ട് നോക്കിയാൽ 80 കിലോമീറ്റർ. അബ്ദുള്ളയുടെ കടയാണ് എന്റെ ലക്ഷ്യം. എന്റെ ഓട്ടോ ഇവിടെ ചെയ്യാൻ പോകുന്നു പാർക്ക്. ഇതെന്തൊരു കഷ്ടാണെന്ന് നോക്കണേ. നമ്മുടെ ഏരിയയിൽ മാത്രമല്ല, ഇവിടെയും സ്ട്രൈക്ക് ആണല്ലോ. ഓട്ടോ ഇന്ന് കിട്ടൂലെന്നാ തോന്നുന്നു. അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞേക്കാം. അവൻ പോയിട്ട് നാളെ വരട്ടെ. അമ്മേ, അങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഓപ്പൺ ആയ ഓട്ടോ. ഉപേന്ദ്രന്റെ ഓട്ടോയോ? ഓപ്പൺ എയർ ഓട്ടോ അമ്മേ. ഓട്ടോ ഓടുന്ന ചേട്ടനെ ഇവിടെ കാണുന്നില്ലല്ലോ. എന്തായാലും ഓട്ടോ ഞാൻ തന്നെ ഓടിച്ചേക്കാം. എന്റെ അനിയനെ വിളിച്ചോണ്ട് വരണ്ടേ അമ്മേ? എന്നല്ലേ ശബ്ദം വരണ്ടേ? ഇതെന്താ കാക്ക കരയുന്ന പോലെ? എന്റെ ചക്രക്കുട്ടന് വല്ല പറ്റിയോ?
പിടിച്ചോ സാറേ, നല്ല ഒന്നാം തരം നാരങ്ങ സോഡ. എന്റെ പൊന്നു സാറേ, നാരങ്ങ സോഡയുടെ പൈസ തന്നില്ല. ഓസിന് നാരങ്ങ സോഡ കുടിച്ചതും പോലെ ഗ്ലാസും പൊട്ടിച്ചിട്ട് പോയി പരനാറി. ഒരു സംശയം ചോദിച്ചോട്ടെ, ഇവിടെ 60 ഡിഗ്രി റൈറ്റില് 90 ഡിഗ്രി ലെഫ്റ്റില് പൈതഗോറസ് തിയറി പ്രകാരം a² + b² + 2ab എന്ന കണക്കിൽ മെറ്റലോപ്പതിയിൽ ഞാൻ നിർമ്മിച്ച യന്ത്രം എവിടെ പോയി? അല്ല സാർ, എന്താ ചോദിച്ചത്? ഇവിടെ നിർത്തിയിരുന്ന എന്റെ ഓട്ടോ എവിടെ പോയടാ? നമ്മുടെ ദേശീയല്ലേ, അവര് പാർട്ട് ടൈമായി ഓട്ടോയും ഓടിക്കാൻ തുടങ്ങിയോ? ഇപ്പൊ സുഖമല്ലോ, ദേശീയണെങ്കിൽ പൈസ കൊടുക്കാതെ ഓട്ടോ കയറി യാത്ര ചെയ്യാനോ. അത് ശരി, പേടിക്കണ്ട ചേച്ചി, ഓട്ടോ ഇപ്പൊ ഞാൻ നിർത്തി തരാം. എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? അല്ലമ്മേ, ആരാ ഓട്ടോ ഓടിക്കാ? അത് ശരിയാണല്ലോ. അയ്യോ, തൽക്കാലം അപകടമൊന്നും മണക്കുന്നില്ല. മണക്കുന്നുണ്ടോ? ഈ ഓട്ടോ ഞാൻ എങ്ങനെ പിടിച്ചു നിർത്തും? തലക്കകത്താണെങ്കിൽ ഒന്നും വരുന്നില്ല. കിട്ടിപ്പോയി. എന്റെ പൊന്നമ്മച്ചി, എന്നെ വിട്ടാക്കി, എനിക്ക് ഒരുപാട് ജീവിക്കാറുണ്ട്. ഭഗവാനെ, അല്ലെങ്കിൽ മുട്ടും. അമ്മച്ചി, ഓട്ടോ നിർത്തമ്മച്ചി, അല്ലെങ്കിൽ ഞാൻ ഉരുളയാവേ. എല്ലാവരും ഓട്ടോയിൽ വന്ന് കയറി, ഇവിടെ നല്ല രസമുണ്ട്. എന്തു പറ്റിയമ്മാവാ? തല കറങ്ങാൻ തുടങ്ങിയോ? അമ്മായി എന്ത് ഭംഗിയായിട്ട് ഓട്ടോ ഓടിക്കുന്നേ. എന്ത് ചെയ്യാനാ മോനെ, വീട്ടില് ചപ്പാത്തി കട്ട ഉരുട്ടി ഇപ്പൊ ഈ കട്ട ഉരുട്ടാൻ എളുപ്പമായിരിക്കും. വണ്ടി തീർത്തു. അയ്യോ, നീ ധൈര്യമായിട്ട് വാ. once more. ഇപ്പൊ ശരിയാക്കി തരാം. നീ വന്നേ. റെഡി, സ്റ്റഡി, ഗോ. എന്റെ മോൻ പോകി ഒരു കിടില സ്റ്റാറായല്ലോ. ഈ കൊച്ചു പ്രായത്തിൽ അവൻ എന്ത് സാമർത്ഥ്യം നോക്കിയേ. അയ്യോ മോനെ പോകി, എന്റെ മോനൊന്നും പറ്റില്ലേ. അയ്യോ, ഇത് കൊള്ളാമല്ലോ. ഇത് അടിപൊളിയാണല്ലോ ഈ ഫ്ലൈയിങ് ഓട്ടോ. ഐഡിയ.
എടുത്തില്ലേ ചോദയെ എന്റെ പപ്പടം പോയി. എടുത്തി എന്റെ പപ്പടം പപ്പടം പിടിച്ചോ. പപ്പടം പറക്കുന്നു. ഇത് കലക്കില്ലോ. കിട്ടിയ സമയം കൊണ്ട് അലക്കിയ തുണിയെല്ലാം ഒന്ന് മടക്കി വെച്ചേക്കാം. അങ്ങനെ യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 2 വഴി മുന്നില് 2 വഴി പുറകില്. എന്താ സോനു എന്താ പറയുന്നേ? വിമാനത്തിലൊക്കെ എങ്ങനെയാ പറയാ? ഞാൻ ടിവിയിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ട് വാ. അങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഓട്ടോ പറക്കുന്നത് കണ്ടോ? രക്ഷപ്പെട്ടു. അമ്മേ അമ്മ പേടിക്കണ്ടേ, ഞാനമ്മേനെ ക്യാച്ച് ചെയ്തോളാം. എന്തൊരു ലാൻഡിങ് ആയിരുന്നല്ലേ. അഞ്ജലി ചേച്ചി, ബബിത ചേച്ചി, ഇത് നിങ്ങളുടെ സ്വന്തം കടയാ. എന്നാ ശരി, ഇത് രണ്ടും പാക്ക് ചെയ്തോ. അയ്യോ, ഇത് വിൽക്കാനുള്ളതല്ലല്ലോ. അമ്മേ സൂക്ഷിച്ച്. വില പേശി മേടിച്ചാണ് കേട്ടോ. മഹാകള്ളനാ, കൂട്ടി പറയും. ഇപ്പൊ ചേച്ചിയുടെ ശബ്ദമല്ലേ നമ്മൾ കേട്ടത്? ജീവനുള്ളവരുടെ ആത്മാവ് ഇങ്ങനെ പറന്നു നടക്കാറുണ്ടോ? റിപ്പോർട്ടർ ഒരിക്കലും ഫേക്ക് ന്യൂസ് കാണിക്കാറില്ല. ഓട്ടോ അന്തരീക്ഷത്തിൽ പറക്കുന്നത്ര, പുറകിൽ ഒരാൾ തൂങ്ങിക്കിടക്കുന്നത്ര. ഇതാരെങ്കിലും വിശ്വസിക്കോ? നിക്ക് നിക്ക് നിക്ക്, ഇതൊക്കെ സത്യമാണ്. ദേ ഓട്ടോ പറക്കുന്നു. ചാനലിനോട് പറയൂ, ഇത് സത്യമാണെന്ന് പറയൂ. എന്തൊക്കെ തരത്തിലുള്ള വാർത്തകളാണോ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്? എടാ ഭാഗ, അത് കണ്ടോ? അത് കാണാൻ നമ്മുടെ മാർക്കറ്റ് പോലെ ഇല്ലേ? മാർക്കറ്റൊക്കെ അവിടെ നിക്കട്ടെ ചേട്ടാ. ആ പറക്കുന്ന ഓട്ടോ കണ്ടില്ലേ? അതിനകത്ത് ഇരിക്കുന്ന നമ്മുടെ മുതലാളി ചേച്ചിയും കുട്ടികളും അല്ലേ? നോക്കിക്കേ. എന്താ പറഞ്ഞു? നീ എവിടെ മുകളിൽ ഓട്ടോയിൽ എന്തെടുക്കോടോ ടപ്പു? അച്ഛാ, ഞങ്ങള് സുന്ദരനമ്മാവനെ വിളിക്കാൻ സ്റ്റേഷനിലേക്ക് പോവാ. എടാ മോനെ, നീ ആദ്യം ലാൻഡ് ആവാൻ നോക്ക്. പ്ലെയിനിൽ പോയാണോ ട്രെയിനിൽ നാളെ വിളിക്കുന്നേ? ഞാനിവിടുന്ന് താഴെ ഇറങ്ങി വരട്ടെന്ന് നിനക്ക് വെച്ചിട്ടുണ്ട്. നിന്റെ കെട്ടിയോള് കാക്കയെ പോലെ അവളുടെ ഓട്ടോടെ മുട്ടിൽ എന്നെ കെട്ടി തൂക്കിയില്ലേക്കാ. എടാ തടിയാ, ഇതിനെയാടാ കാക്കൻ ജീവിതം എന്ന് പറയുന്നേക്കാ. എന്ത് പറ്റിക്കോടെ ഞങ്ങളെ തല കറങ്ങാൻ തുടങ്ങിയല്ലേ? നിങ്ങളെല്ലാവരും അവിടെ മുകളിൽ എന്തെടുക്കോടാ? അമ്മേ, ദേ സുന്ദരനമ്മാവൻ താഴെയുണ്ട്. അമ്മേ, ഓട്ടോ തിരിക്കേ.
അത് കൊള്ളാം. ചിക്കച്ചക്ക ചിങ്കച്ച ചിങ്കച്ചക്ക ചിങ്കച്ച ചിങ്കച്ചക്ക ചിങ്കച്ച. ചിക്കച്ചക്ക ചിങ്കച്ച ചിങ്കച്ചക്ക ചിങ്കച്ച ചിങ്കച്ചക്ക ചിങ്കച്ച ചിങ്കച്ചക്ക ചിങ്കച്ച. അമ്മേ കാലേ ഇങ്ങോട്ട് കേറി വാ അല്ലെങ്കിൽ താഴെ വീഴും. ചിങ്കച്ചക്ക ചിങ്കച്ച ചിങ്കച്ചക്ക ചിങ്കച്ച. ഇപ്പൊ ഞാൻ ലാൻഡിങ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ദയേ നീ എന്തായി കാണിക്കുന്നേ? മോനെ ടപ്പു, ജീയെന്നോ എന്ന് എഴുതിയ ബട്ടണില്ലേ അത് അമർത്തട്ടെ. ഈ പറയുന്നത് ഏതാ? MISSIL എഴുതിയിരിക്കുന്നതാണ്. എന്നാ പിന്നെ എനിക്ക് തോന്നണ ബട്ടണിങ് അമർത്തിയേക്കാം. അതിലെന്താ എഴുതിയിരിക്കുന്നേ? ദയേ ബോഡി ബജിയുണ്ടല്ലോ. രക്ഷപ്പെട്ടു. വീണ്ടും നീ പണി തന്നല്ലേ? എനിക്കുള്ള ഉത്തരം നിങ്ങൾ തന്നേ പറ്റൂ. ഫോർമുല 551-ൽ ഫോറൻ നമ്പർ 3 പ്രകാരം S2Oയിൽ S2S ചേർത്ത് നിർമ്മിച്ചത് ആരാണ് തകർത്ത് അച്ചുടച്ചത്? അല്ല, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്റെ ഓട്ടോ തകർത്തത് ആരാണെന്നാണ് ചോദിച്ചത്. നീയല്ലേടത് തകർത്തത്? നിങ്ങളാണോ? നിങ്ങളാണോ തകർത്തത്? അലിയാ, നിങ്ങൾക്ക് ശേഷം അവിടെ ആരുമില്ല. അപ്പൊ നിങ്ങൾ തന്നെ ആള്. ഇനി നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. സുന്ദരൻകുട്ടൻ പറയുന്ന പോലെ കേക്ക്. നഷ്ടപരിഹാരം എന്താന്ന് വെച്ചാ കൊടുത്തിട്ട് വേഗം വീട്ടിലേക്ക് പോന്നേ കേട്ടാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. അതെന്താ? അത് തന്നെ ഇങ്ങനെ ഉരുണ്ടിട്ട് ഒരുമാതിരി കല്ല് പോലെ ഇരിക്കണല്ലേ. കല്ലാണോടി എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചത്? അതല്ല, കാന്താരി മുളക് ഞെരടിയതും കൂട്ടി നമ്മൾ പുഴുങ്ങി തിന്നാറില്ലേ? പുഴുങ്ങി തിന്ന്. എന്റെ ദയ എന്നോട് ഇച്ചിരി ദയ കാണിക്ക്. നിനക്ക് ഇച്ചിരി കൂടുന്നുണ്ട്. വീട്ടിൽ ചെന്നിട്ട് കാച്ചിലോ മറ്റോ പുഴുങ്ങി തിന്നാൻ വിശന്നിട്ട് വയ്യ. അത് തന്നെ, കാച്ചില് പുഴുങ്ങിയതും കാന്താരി മുളകും കട്ടൻ കാപ്പിയും എന്തൊരു കൂട്ടാ. എന്താ ഇത് ദയേ? ഇത് എങ്ങനെയാണ് മുറിക്കേണ്ടത്? നിക്ക് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാ മുറിക്കേണ്ടതെന്ന്.
നന്ദി. ഷെടാ, ഞാൻ മുറിച്ച കഷ്ണങ്ങളൊക്കെ എവിടെ പോയി? ഇവിടെ ഉണ്ടടാ ചേട്ടാ. അച്ഛാ, മാറി നിൽക്കൂ. സൂക്ഷിച്ചു നോക്കുവിൻ, ഇന്നെന്റെ പക്കലുണ്ട്. പറയണമെന്നില്ല, എന്താന്ന് മനസ്സിലായി. ഒരു നല്ല വാർത്തയും ഉണ്ടാവും, ഒരു മോശം വാർത്തയും ഉണ്ടാവും. അല്ലേ അല്ല, ഇന്നെന്റെ പക്കലുള്ളത് ഒരു അപകടകാരിയായ വാർത്തയാണ്. ആദ്യം വാർത്ത എന്താണെന്ന് കേൾക്കുവിൻ. സൂക്ഷിച്ചു നോക്കുവിൻ. ആരെ? ഞാൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് എന്നോട് ചോദ്യം ചോദിക്കരുത്. എന്നാ പറ എന്താ പറയാനുള്ളത് എനിക്ക്? സൂക്ഷിച്ചു നോക്കുവിൻ, നിങ്ങൾക്ക് ചുറ്റുമുള്ള നമ്മുടെ നിഷ്കളങ്കരായ കുട്ടികളെ. നിങ്ങളുടെ കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. കിഡ്നാപ്പ്, കിഡ്നാപ്പ്, കിഡ്നാപ്പ്. നിങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ കറങ്ങി നടക്കുന്നത് ലുക്ക ചുപ്പി എന്നു പേരുള്ള 2 കള്ളന്മാരാണ്. സൂക്ഷിച്ചിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഇന്ന് നീ സൈക്കിള് കൊണ്ടുവന്നില്ലേ ടപ്പു? കൊണ്ടുവന്നില്ലടാ, അച്ഛനടുത്തോട്ട് സ്കൂൾ വാനിൽ പോയാ മതി എന്ന് പറഞ്ഞിരിക്കുക. അതെന്താ? ഇവിടെ ഇപ്പൊ 2 കിഡ്നാപ്പേഴ്സ് കറങ്ങി നടക്കുന്നുണ്ട്. നിങ്ങളെ സൂക്ഷിച്ചു പോണം കേട്ടോ. ബൈ ടപ്പു. ബൈ. ലുക്ക ചുപ്പി. ലുക്ക CHUPPI ചുപ്പി. നിങ്ങൾ എന്താ ചെയ്യുന്ന അങ്ങളെ? അല്ല, ഞാൻ നിന്നെ പിടിക്കാൻ ശ്രമിക്കല്ലായിരുന്നോ? വെരി സ്മാർട്ട്. അങ്കിൾ നിന്റെ കൂടെ ഒളിച്ചേ പിടിച്ചേ കളിക്കുകയാണ് മോനെ. അത് ശരി, ഒളിച്ചേ പിടിച്ചേ കളിക്കാ. അങ്കിളെ, ഈ കളിയിൽ ഞാൻ ചാമ്പ്യൻ ആണ്. ചാമ്പ്യൻ. പിടിക്കങ്കിൾ, എന്നെ പിടിക്കാൻ നോക്ക്. അങ്കിൾ, ദേ ഇവിടെ. നല്ല രസമുണ്ട് അങ്കിൾ. എന്നെ പിടിക്കും നോക്കട്ടെ. ചേടാ, അങ്കിൾ ബോധം കെട്ട് വീണല്ലോ. നിസ്സഹായകരായ മനുഷ്യരെ സഹായിക്കണമെന്ന് മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ട്. ചിലപ്പോ ഇയാളുടെ ഫോണിൽ അഡ്രസ് ഉണ്ടാവും.
തിരിഞ്ഞു അങ്കിൾ, ഇടത്തോട്ട്. മതി മതി, ഇവിടെ നിർത്തിയാ മതി. ഇവരുടെ GPS ഇവിടെയാ ലൊക്കേഷൻ കാണിക്കുന്നത്. നനഞ്ഞു, മുഴുവൻ നനഞ്ഞു. ഇനി ഞങ്ങളെ വിട്ടുകൂടെ, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്കിൾ അങ്കിൾ ഒന്ന് കണ്ണു തുറക്കൂ അങ്കിൾ. പാർക്കിൽ ഒളിച്ചായി കണ്ടേ കളിച്ചപ്പോ അങ്കിള് ബോധം കെട്ട് വീണുപോയി. എങ്കിൽ പിന്നെ നീ എന്തിനാ നിന്റെ വീട്ടിൽ ഞങ്ങളെ കൊണ്ടുവന്ന് അടച്ചിട്ടിരിക്കുന്നത്? ഇത് നിങ്ങളുടെ വീട് തന്നെയാ അങ്കിൾ. നീ എങ്ങനെയാണ് ഞങ്ങളുടെ സങ്കേതം? അല്ലല്ല, ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ വീട് കണ്ടുപിടിച്ചത് കുട്ടി. അങ്കിളിന്റെ മൊബൈലിൽ GPS ഉണ്ടായിരുന്നു. അത് കൊള്ളാലോ. ഞങ്ങളുടെ മൊബൈലിൽ എങ്ങനെയാ GPS കണക്ഷൻ ഒക്കെ കിട്ടിയത്? അതെ അങ്കിൾ, നോക്കിക്കേ, അങ്കിളുടെ ലൊക്കേഷന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ട്. അങ്ങനെ എനിക്ക് ഇവിടെ എത്താൻ പറ്റിയേ. നിക്ക്, ഇപ്പൊ ഞാൻ ഇവിടുത്തെ ലൊക്കേഷൻ എന്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ട് അങ്കിളിന് കാണിച്ചു തരാം. അതിങ്ങ് തന്നെ കുട്ടി. നീ ഈ ലൊക്കേഷൻ ആർക്കെങ്കിലും അയച്ചു കൊടുത്താൽ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യേണ്ടി വരും കുട്ടി. ഇതെങ്ങനെയാ ഓഫ് ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു തരൂ കുട്ടി. എന്നാ ശരി അങ്കിൾ, ഞാൻ വീട്ടിലേക്ക് പോവാണേ. മിടുക്കൻ, മിടുക്കൻ. ഞങ്ങൾ നിന്നെ കിഡ്നാപ്പ് ചെയ്തിരിക്കുക കുട്ടി. കിഡ്നാപ്പോ? നിങ്ങളെങ്ങാനും ആണോ അച്ഛൻ പറഞ്ഞ ആ കിഡ്നാപ്പേഴ്സ്? ഇവനാണ് ലുക്ക. ഇവനാണ് ചുപ്പി. ലുക്ക. രണ്ട് കിഡ്നാപ്പ്. എന്നാലും അങ്കിൾസ്, ഇവിടേക്ക് ഞാൻ തന്നെയല്ലേ വന്നത്, അതും നിങ്ങളെയും കൂട്ടിക്കൊണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ് കുട്ടി. മുള്ളു ചെന്ന് ഇലയിൽ വീണാലും ഇല വന്ന് മുള്ളിൽ വീണാലും കേടുപറ്റുന്നത് ഇലയ്ക്ക് തന്നെയാണ് കുട്ടി. മോനെ, നീ നിന്റെ വീടിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞതാ. അങ്കിൾ വിശന്നു കഴിഞ്ഞ പിന്നെ എനിക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. വിശക്കുന്നുണ്ടോ മോനെ? നിനക്ക് കഴിക്കാൻ എന്താ വേണ്ടത്? അങ്കിൾ, എനിക്കൊരു പിസ്സ വേണം. മോനെ, ഈ അങ്കിൾ ഉരുളക്കിഴങ്ങ് മസാലക്കറിയും ചപ്പാത്തിയും നല്ല ഉഗ്രനായിട്ടുണ്ടാക്കും. നീ ബഹളം വെക്കണ്ട മോനെ. ഇന്നട കാശ് നീ പോയി പിസ്സ മേടിച്ചോണ്ട് വാ. എന്നോടാണോ നിന്റെ അഭ്യാസം? എന്നെക്കാളും പഠിപ്പുണ്ടെങ്കിലും അതിന്റെ വിവരം നിനക്കില്ല. അല്ല, നീ ഇപ്പൊ ഇത് എങ്ങോട്ടായി പോകുന്നത്? അത് ഞാൻ മറന്നുപോയി. ഞാൻ പിസ്സ മേടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏത് കുട്ടിയാടാ കിടന്ന് നിലവിളിക്കുന്നത്? അവൻ പിസ്സ കഴിക്കാൻ വേണ്ടി വാശി പിടിക്കുന്നതാ. എത്ര കുട്ടികളുണ്ട് നിന്റെ കൂടെ? ഒരെണ്ണേ ഉള്ളൂ, പക്ഷെ അവൻ ഒറ്റ ഒരുത്തം മതി സാറേ. ഇടിവീരൻ പൾട്ടു സിംഗിനോട് കളി വേണ്ട. അയ്യോ ഇല്ല സാറേ, ഈ ഇടിവീര സാറിനോട് എനിക്ക് നുണ പറയാൻ പറ്റുമോ? സാറേ ഈ ഫോട്ടോ ഉണ്ടല്ലേ, ഇത് ഇയാളെ പോലെ തന്നെയല്ലേ? നോക്കിക്കേ. ഇതൊരിക്കലും അവനല്ല. അവര് രണ്ടു പേരുണ്ട്. ഇതൊരാളല്ലേ ഉള്ളൂ. ചെല്ല്, പെട്ടെന്ന് എന്ന് കുട്ടിക്ക് പിസ്സ മേടിച്ചു കൊടുക്കാൻ നോക്ക്. ഒന്ന് നിക്കവിടെ. ഈ ഇടിവീരിന് വേണ്ടി 2 ഗാർലിക് ബ്രെഡ് കൂടി വാങ്ങിച്ചു. അത് തുടരുത് കേട്ടോ. ഇത് ഞാൻ ഇടിവീരൻ പൾട്ടു സിംഗിന് വേണ്ടി മേടിച്ചോണ്ട് വന്നതാ. ആ ഇടിവീരനെ ഞാനിപ്പോ പുറത്തു വെച്ച് കണ്ടതേ ഉള്ളൂ. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ആണല്ലോ. പോലീസ് നമ്മളെ തെരഞ്ഞു ഇവിടം വരെ എത്തിയെന്ന് തോന്നുന്നു. മോനെ, നീ പിസ്സ മുഴുവനും കഴിച്ചു കഴിഞ്ഞല്ലോ. ഇനിയെങ്കിലും നിന്റെ വീടിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞതാ. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്നാ പോട്ട് സാരമല്ല, നിന്റെ വീട്ടിലെ ഫോൺ നമ്പറെങ്കിലും എന്താ? 1 0 0
വിളിക്കരുത്. എടാ വിട്ടി, ഇത് പോലീസിന്റെ നമ്പരാ. ഇത് കഴിച്ചോളൂ ഇൻസ്പെക്ടർ സാറേ. ഇടിവീരൻ ഇൻസ്പെക്ടർ. സോറി, ഇടിവീരൻ ഇൻസ്പെക്ടർ സാറേ. ഇതാ കഴിച്ചോളൂ നിങ്ങൾക്കുള്ള ഗാർലിക് ബ്രെഡ്. അപ്പൊ ഇത് തരാൻ വേണ്ടിയാണല്ലേ നീ 100ലേക്ക് ഫോൺ ചെയ്തത്? അതെ അതെ സാറേ. മേലാൽ ഇത് ആവർത്തിക്കരുത്. കാര്യമില്ലാതെ 100ലേക്ക് വിളിക്കുന്നത് ഒട്ടും ശരിയായ പ്രവണതയല്ല. അല്ലേ അല്ല, ഒരിക്കലും ഇത് അവരല്ല. അവര് 2 പേരുണ്ട്. ഇവൻ ഒരാളല്ലേ ഉള്ളൂ. എന്റെ ദൈവമേ. റൗണ്ട് സിംഗ്, എടാ റൗണ്ട്സിന് പോവാൻ നോക്ക്. ഇവിടെ എനിക്ക് വല്ലാണ്ട് ബോർ അടിക്കുന്നു അങ്കിൾ. സ്മാർട്ട് ബോയ്. എന്നാ പിന്നെ എത്രയും വേഗം നിന്റെ വീടിന്റെ അഡ്രസ് പറയൂ കുട്ടി. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ആദ്യം നിങ്ങൾ എന്റെ കൂട്ടുകാരെല്ലാം ഇവിടേക്ക് കൊണ്ടുവരണം. എന്നാലും ഞാൻ എന്റെ വീടിന്റെ അഡ്രസ് നിങ്ങൾക്ക് പറഞ്ഞു തരൂ. ഇവന്റെ കൂട്ടുകാരെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്താ പ്രയോജനം? എടാ പമ്പര വേണ്ടി കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിൽ കൂടുതൽ കാശല്ലേ? ബലൂൺ വേണം. വാങ്ങിക്കേടാ. പോയി എന്റെ ഗോഗി എവിടെ പോയി? ഈശ്വര, ഇതെവിടെ പോയി? ഞങ്ങളെന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു ടപ്പു. എടാ, ഞാൻ സ്കൂളിന്റെ മുന്നിൽ വെച്ച് നിങ്ങളോട് പറഞ്ഞില്ലേ 2 കിഡ്നാപ്പേഴ്സിന്റെ കാര്യം? അവര് 2 പേരും ഇവിടെയുണ്ട്. ഹലോ കുട്ടികളെ. അപ്പൊ നമ്മൾ ഇവരെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണോ? അതെ, നമ്മളെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിരിക്കുക. ഇനി പറഞ്ഞോളൂ, എന്തൊക്കെയാ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടേ? ഈ തടിയൻ അങ്കിൾ ഉണ്ടല്ലോ, നല്ല ഒന്നാന്തര സ്വാദുള്ള പിസ്സ ഉണ്ടാക്കോ? ഇല്ലടാ, വാങ്ങിച്ചോണ്ട് വരും. എനിക്കൊരു മഷ്റൂം പിസ്സ വിത്ത് എക്സ്ട്രാ ചീസ്. എനിക്കൊരു ഡബിൾ ഡെക്കർ ബർഗർ മതി. എനിക്കൊരു ജ്യൂസ്. എടാ ഇഡിയറ്റ്, നമ്മൾ വെയിറ്റേഴ്സ് അല്ല, കിഡ്നാപ്പേഴ്സ് ആണ്. കിഡ്നാപ്പേഴ്സ്. ഈ വെയിറ്ററുകൾ നീ ഇവിടെ വെച്ചങ്ങ് നിർത്തിയേക്കേ. പക്ഷെ അങ്കിൾ, ഞങ്ങൾക്ക് എല്ലാവർക്കും വല്ലാണ്ട് വിശക്കുന്നുണ്ട്. നിങ്ങളും ഞങ്ങൾക്ക് പിസ്സ വാങ്ങിച്ച് തന്നേ പറ്റൂ. ഹലോ കുട്ടികളെ, ഇപ്പൊ പിസയും കൂൾ ഡ്രിങ്ക്സും വാങ്ങിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. അങ്കിൾ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാം. ഞാനൊരു നാരങ്ങ സർബത്ത് ഉണ്ടാക്കി തരാം. നല്ല സ്വാദാതിന്. ഇത് കൊണ്ട് പണയം വെച്ചിട്ട് നീ പിസയും കൂൾ ഡ്രിങ്ക്സും വാങ്ങിച്ചോണ്ട് വാ. നേരത്തെ വന്നപ്പോ ഞാൻ ABCD മുഴുവനും പറഞ്ഞു കേൾപ്പിച്ചതല്ലേ ഇൻസ്പെക്ടറെ? ഇടിവീരൻ ഇൻസ്പെക്ടർ. അതെ, അത് തന്നെ, ഇടിവീരൻ ഇൻസ്പെക്ടർ സാർ. എവിടേക്കാ നീ പോകുന്നത്? കുട്ടികൾക്ക് പിസ മേടിക്കാൻ വേണ്ടി പോവാ. കുട്ടികൾക്ക് പിസ മേടിക്കാനോ? അല്ല, എത്ര കുട്ടികളുണ്ട്? 4 ആണോ? അതെ, 4. ഞാനങ്ങോട്ട് ചെല്ലട്ടെ, അല്ലെങ്കിൽ ഈ പിള്ളേരുടെ വീട് തകിടം മറിച്ചിടും. കഴിഞ്ഞ തവണ ഒരു കുട്ടിയെ ഉണ്ടായിരുന്നുള്ളല്ലോ. ഇത്ര പെട്ടെന്ന് 4 കുട്ടികൾ എങ്ങനെ ഉണ്ടായി? കിഡ്നാപ്പറിന്റെ പോസ്റ്റർ എവിടെയോ? റൗണ്ട് സിംഗ്. ദേ കിടക്കുന്നു പോസ്റ്റർ. എടാ മക്കളെ, രാത്രി ആവാറായല്ലോ. നിങ്ങൾക്ക് ആർക്കും വീട്ടിലേക്ക് പോവണ്ടേ? എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീടിന്റെ അഡ്രസ് പറഞ്ഞോളൂ. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല അങ്കിൾ. ഞങ്ങളുടെ വീട്ടിലാരും നിങ്ങൾക്ക് 1 രൂപ പോലും തരില്ലെന്ന് ഉറപ്പാ. ഞങ്ങളെ നിങ്ങളുടെ കൂടെ തന്നെ നിർത്തിക്കോളെന്നേ അവര് പറയുള്ളൂ. അങ്കിളിന്റെ പ്ലാൻ തെറ്റിപ്പോയി. അതെങ്ങനെയാ കുട്ടി? എനിക്ക് പകരം അങ്കിൾ എന്റെ അച്ഛനെ കിഡ്നാപ്പ് ചെയ്യായിരുന്നെങ്കിൽ അച്ഛൻ അങ്കിൾമാർക്ക് ഒത്തിരി കാശ് തന്നേനെ.
എവിടെ നിന്നാണ് നിന്റെ അച്ഛനെ കിഡ്നാപ്പ് ചെയ്യേണ്ടത് മോനെ? വീണ്ടും തെറ്റായ ചോദ്യം. എന്റെ അച്ഛനെ എങ്ങനെയാണ് കിഡ്നാപ്പ് ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് നിന്റെ ബുദ്ധി ഒത്തിരി ഇഷ്ടമായി. ഇന്ന ചുപ്പി ഇതും കൊണ്ടുപോയി വിറ്റ് മൂടിക്ക്. എടാ ടപ്പു, ഇതെന്ത് കുസൃതിയായി കാണിക്കുന്നേ? അച്ഛാ, ഇത് കുസൃതിയല്ല, എന്റെ ബുദ്ധിയാ. ഞങ്ങളെല്ലാവരും കിഡ്നാപ്പ് ചെയ്തിരിക്കുക. എന്ത്? ഇനി തന്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം മിണ്ടാതെടുത്ത് ഇങ്ങോട്ട് വെച്ചോളൂ. ചേട്ടാ, അതെ, ഇപ്പൊ എന്റെ കയ്യിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതും കൈ പിടിച്ചോണ്ടോ ഞാൻ ഇത്രയും ദൂരം വന്നത്. ഇന്നാ നീ ആള് കൊള്ളാമല്ലോ. പെട്ടെന്ന് പറഞ്ഞേ നിന്റെ കാശൊക്കെ നീ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത്? എന്റെ കാശെല്ലാം ദയയുടെ കയ്യിലാ ഉള്ളത് ചേട്ടാ. ദയേ, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? സുന്ദരനോ? സുന്ദരൻ എപ്പോഴാ ഇവിടെ എത്തിയത്? ഒളിച്ചേ പിടിച്ചോണോ? എന്റെ ദയേ, ഒളിച്ചേ പിടിച്ചേ കളിച്ചാ നിന്റെ അനിയൻ എങ്ങനെയാണ് ഇവിടെ എത്തുക? ദയേ, നീ എപ്പോഴാടി നിന്റെ ഈ പിച്ചും പേയും പറച്ചലൊന്ന് നിർത്തുക? പിച്ചും പേയോ? പിച്ചും പേയോ അല്ല, ഇവര് ലുക്കയും ചുപ്പയുവാ. ഓ എന്റെ ദയേ, നീ എപ്പോഴാടി എന്നോട് ഒരല്പം ദയ കാണിക്കുക? എന്റെ കയ്യിലുണ്ടായിരുന്നത് അത്രയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്താ? എന്റെ പൊന്ന് ദയേ, നീ ഇന്നാടി ജീവിതത്തിൽ ഒരു നല്ല കാര്യം ചെയ്തത് എനിക്ക് സന്തോഷമായി. ദയേ, ഞങ്ങളെല്ലാം കിഡ്നാപ്പ് ചെയ്തിരിക്കുക. കാശ് തരാതെ ഇവിടെ നിന്ന് ആർക്കും എങ്ങോട്ടും പോകാൻ സാധിക്കില്ല. ചില്ലറയല്ല വേണ്ടമുള്ള നോട്ടാണ് വേണ്ടത്. ഇപ്പൊ തന്നെ ഈ പിള്ളേർക്ക് വേണ്ടി ഒത്തിരി കാശ് ചെലവാക്കിയതാ. എന്റെ സ്വർണ്ണമാലയും ബ്രേസ്ലെറ്റും എല്ലാം ഇപ്പൊ പണയത്തില്ല. പക്ഷേ ഇന്ന് സോണി കുറച്ച് പൈസ തരാനുള്ളത് തിരിച്ചു തരാന്ന് പറഞ്ഞിരിക്കാ. ദയടത്തേക്കുള്ള കാശ് ഞാൻ റോഷന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയായിരുന്നു. ദയടത്തി, ഇന്ന് ഞാൻ ഏട്ടത്തി പറഞ്ഞു തന്നതുപോലെ വെണ്ടയ്ക്ക മസാലയാ ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിച്ചു നോക്കുന്ന ഒന്ന്, എന്നിട്ട് പറയണ എങ്ങനെയുണ്ടെന്ന്. എന്താ വെണ്ടയ്ക്ക മസാലക്കറി? എനിക്കും ഒത്തിരി ഇഷ്ടമാണ് കുട്ടി. ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഏത് നേരവും എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കുക, തിന്നുക, ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ പണി. അതെ അങ്കിൾ, ഞങ്ങളെല്ലാവരും അങ്കിളുടെ വിരുന്നുകാരല്ലേ? നിങ്ങൾ വിരുന്നുകാരല്ല, പിശാചുക്കളാണ്. പിശാച് എന്താണെന്ന് അറിയാമോ?
ഞാൻ 3 എണ്ണുന്നതിനുള്ളിൽ നേരെ ചൊവ്വേ കാശ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞോണം. അതെന്താ 3 ശേഷം അങ്കിളിന് എണ്ണ അറിയാത്തതുകൊണ്ടാ? വെരി ഇൻട്രസ്റ്റിംഗ്. എന്റെ പൊന്നിടി വീരൻ ഇൻസ്പെക്ടർ സാറേ, ഇവരെയെല്ലാം അറസ്റ്റ് ചെയ്തോളൂ. ഇവര് ഞങ്ങളുടെ ഉണ്ടായിരുന്നതെല്ലാം അടിച്ചു മാറ്റി തിന്ന് മുടിച്ചു ഇടിവരും സാറേ. ഇവരെന്നെ സ്വർണ്ണമാലയും ബ്രേസ്ലെറ്റും മോതിരവും എല്ലാം തിന്ന് മുടിച്ചു സാറേ. ഇപ്പൊ മാച്ചാവുന്നുണ്ട്. കുറെ നാളായി ലൂക്കയും ചുപ്പിയും പിടിക്കാൻ നടക്കുന്നു. താങ്ക് യു ഗോകുൽധാം സൊസൈറ്റി. യു ആർ വെൽക്കം സർ. ശ്രദ്ധിച്ചു നോക്കൂ. എന്നെ നോക്കൂ. ഇന്ന് ഞാൻ ഒരു ഗുഡ് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്, അതേപോലെ ഒരു ബാഡ് ന്യൂസും. ആദ്യം നിങ്ങൾ ഏത് ന്യൂസാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? അവൻ ആദ്യം ആ ബാഡ് ന്യൂസേ പറയൂ. എങ്കിൽ കേട്ടോളൂ. ബാഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഏരിയയിൽ ചുറ്റിക്കറങ്ങുന്നു ചങ്കു മങ്കു എന്ന് പേരുള്ള 2 കള്ളന്മാർ. അതെ, നിങ്ങൾ ഇപ്പോൾ കേട്ടത് വളരെ ശരിയാണ്. നിങ്ങളുടെ ഏരിയയിൽ ചുറ്റിക്കറങ്ങുന്നുണ്ട് 2 ഭീകരന്മാരായ കള്ളന്മാർ. അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കണം. നിങ്ങൾ ഒന്ന് കണ്ണടച്ചാൽ നിങ്ങളുടെ എല്ലാം കൈവിട്ടു പോകുന്നതായിരിക്കും. ഇന്ന് രാത്രി 8 മണി മുതൽ 10 മണി വരെ നിങ്ങളുടെ ഏരിയയിൽ തീർച്ചയായും പവർ കട്ട് ഉണ്ടായിരിക്കും. പക്ഷേ മീറ്റർ അത് ഓടിക്കൊണ്ടിരിക്കും. ഇതെന്ത് സന്തോഷ വാർത്തയാണ്? കള്ളന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയൊരു സന്തോഷ വാർത്തയല്ലേ അമ്മാവ? ഇപ്പോൾ ഞാൻ വിട പറയുന്നു. ക്യാമറാമാൻ കണ്ണുകൊണ്ട് കഥ പറയുന്ന കണ്ണനോടൊപ്പം റിപ്പോർട്ടർ സന്നാട്ട. ഈ ഒരു ബാഡ് ന്യൂസ് രാത്രി വരെ. ഇതെനിക്കിഷ്ടായി. ഞങ്ങൾക്ക് ഒത്തിരി നേരം കളിക്കാം. ഇന്ന് വൈകിട്ട് കറണ്ട് ഉണ്ടാവില്ലെന്നല്ലേ സച്ചിദാനന്ദൻ പറഞ്ഞത്? അതേന്നേ, അതുകൊണ്ടല്ലേ ഞങ്ങൾ എല്ലാവരും നേരത്തെ ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഓ ഷെടാ, ഇവിടെ മുഴുവൻ കൊതുകാണല്ലോ. ഷെടാ, ദേ പറഞ്ഞതുപോലെ കറണ്ട് പോയി. ഒപ്പം ടപ്പുന്ന് കിട്ടിയൊരു സിക്സർ. അച്ഛൻ എന്താ ഇന്ന് രാത്രി മുഴുവൻ ഇവിടെ കൊതുകിനെ കൊന്നോണ്ടിരിക്കാൻ പോവാണോ? ഷെടാ ജിങ്കാലാൻ, ഒന്ന് നിക്ക്, ഞാനിത് എടുത്ത് മാറ്റാം. എടാ ടപ്പു, എന്തിനാണ് രാത്രിയിൽ കണ്ണു കാണാത്തടത്ത് ബോൾ കളിക്കുന്നത്? പിന്നെ നിങ്ങൾ വേറെ എന്താ കളിക്കാച്ചാ? അതെ, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഇതുപോലെ പവർ കട്ട് ഉണ്ടാവുമ്പോ ഞങ്ങൾ കള്ളനും പോലീസും കളിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങള് കളിച്ചിരുന്നതോ പോലീസും കള്ളനുമാ. വെരി ഗുഡ് ഐഡിയ ബീഡി അങ്കിൾ. അച്ഛാ, മുത്തുഷ, പോപ്പട്ടങ്കിൾ, ആന അങ്കിൾ, എന്നാ വരൂ, ഇത് നമുക്ക് എല്ലാവർക്കും കൂടി കള്ളനും പോലീസും കളിക്കാം. കളിക്കാം. എന്നാ വാ പോലീസ് ഉള്ളപ്പോ ആരെയാ പേടിക്കേണ്ടത്? എന്ന് വെച്ചാൽ ഞാനാണല്ലോ ഇവിടെ പോലീസ്. അല്ലല്ല, ഞാനാ ഇപ്പൊ പോലീസ് ആകാൻ പോകുന്നേ. അല്ല, ഞാനാ പോലീസ് ആവുക. അല്ലല്ല, ഞാനാ പോലീസ് ആകാൻ പോകുന്നേ. ഞാനാണ് പോലീസ് ആവുക. ഞാനാണ് പോലീസ്. ഞാനാ പോലീസ്. നിങ്ങളെല്ലാരും കളർമാളായാ മതി. ഞങ്ങളുടെ കുട്ടിപ്പട്ടാളം പോലീസ് ആയിക്കോളാം. എന്നിട്ട് നിങ്ങളെ പിടിക്കാം. അതും തൊണ്ടിയും മുതലുമായിട്ട്. ഇന്ന് വരെ എന്നെ ഒരു പോലീസിനും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെന്താ പിടിക്കാൻ കഴിയാതെ പോയത്? ചേടാ, അതിന് ഇന്ന് വരെ ഞാൻ തെറ്റ് ചെയ്തിട്ട് വേണ്ടേ? പിന്നെന്തിനാ എന്നെ പിടിക്കുന്നേ? അച്ഛാ, ഞങ്ങള് 10 പേരെ എണ്ണേ. അപ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാരും പോയി ഒളിച്ചോണം. പിന്നെ അങ്കിൾ, സൊസൈറ്റിന്ന് പുറത്തൊന്നും പോകാൻ പാടില്ല. എന്നാ ശരി,
പെട്ടെന്നാവട്ടെ എണ്ണം തുടങ്ങിക്കോ. പക്ഷേ 10 വരെ മുഴുവനായും എണ്ണണം. നോ ചീറ്റിംഗ്. 1 2 3 4 വരരുത് വരരുത് ഇപ്പൊ വരരുത്. 5 6 7 ഇപ്പൊ വരരുത്. 9 10 ദാ വരാണ്. വരൂ പോലീസ്. ആ വന്നു വന്നു. എടാ ഓടിച്ചാടി വരാനല്ല, നിന്നോട് ഞാൻ പതുങ്ങി പതുങ്ങി വരാനല്ലേ പറഞ്ഞത്. മനുഷ്യരുടെ കണ്ണുകളിലെല്ലാം പൊടി വാരിയിട്ടുകൊണ്ട് ഇന്നിവിടെ നമ്മൾ നമ്മുടെ 3ാമത്തെ മോഷണം നടത്തുകയാണ്. എന്റെ തൊപ്പി ഇതുവരെ പകുതി പോലും നിറഞ്ഞിട്ടില്ല. ഇത് മുഴുവൻ നിറയുന്നിടം വരെ ഈ കരണ്ട് കെട്ട് തുടരട്ടെ. ആ നീ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. സൊസൈറ്റി മുഴുവൻ നമ്മളെ സ്വാഗതം ചെയ്യുവാനായി ഇരുട്ടിൽ മുങ്ങി കിടക്കുവല്ലേ. പക്ഷെ നമ്മളെ സ്വാഗതം ചെയ്യാൻ അവിടെ എങ്ങും ഒരൊറ്റ മനുഷ്യനെ പോലും കാണുന്നില്ലല്ലോ ചങ്കു. ഹലോ, ആരുമില്ലേ അവിടെ? എടാ എന്റെ മന്ദബുദ്ധി, തലയ്ക്കകത്ത് കളിമണ്ണാണെങ്കിൽ അത് കൊണ്ടുപോയി തേച്ച് കഴുകി കളയടാ. അതിനെ ലൈറ്റ് ഉണ്ടല്ലേ പോവാൻ പറ്റൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ മോനെ. നമ്മൾ ഇവിടെ കല്യാണം കൂടാനല്ല, മോഷണം നടത്താനാണ് വന്നെന്നുള്ള കാര്യം മറക്കരുത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ജന്മം കല്യാണം കഴിക്കാനും പറ്റില്ലെന്നാണോ? ഓ ഇനി ഞാൻ നിന്നെ എന്തു പറഞ്ഞു മനസ്സിലാക്കി തരും. നീ ഇനി ഒരു അക്ഷരം വേണ്ടി പോകരുത്. മിണ്ടാതെ പുറകെ വന്നാ മാത്രം മതി. എനിക്ക് കാര്യം പിടികിട്ടി. ഫോളോ മീ. ഇൻസ്പെക്ടർ ഗോഗി, ഇൻസ്പെക്ടർ ഗോലി. ഭീകരന്മാരായ കള്ളന്മാർ നമ്മുടെ സൊസൈറ്റിയിൽ കടന്നുകൂടിയിട്ടുണ്ടെന്ന് സൂചന കിട്ടിയിട്ടുണ്ട്. എന്ത് തന്നെ വന്നാലും നമുക്ക് അവർ പിടിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ സ്വാഗതം ചെയ്യാൻ ആൾക്കാരെത്തിയിട്ടുണ്ട്. ചേടാ കളിമണ്ണ് തലയാ. നിനക്ക് തടി മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഇവര് നമ്മളെ സ്വാഗതം ചെയ്താൽ പിന്നെ ഈ ഗേറ്റ് കിടന്ന് നമുക്ക് അങ്ങോട്ടേക്ക് ഒരിക്കലും പോകേണ്ടി വരില്ല. അത്രയും ഭംഗിയായിട്ട് ഇവര് നമ്മളെ സൽക്കരിക്കുമോ? ആ പിന്നില്ലേ, നല്ല സൽക്കാരമായിരിക്കും. പക്ഷെ ഇടിയും തൊഴിയും കൊണ്ടായിരിക്കുന്നു മാത്രം. എത്രയും പെട്ടെന്ന് ഒളിക്കാൻ പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കണം. വിട്ടുപോയിക്കോ. അവിടെ ഉണ്ടവര്, പിടിക്കവരെ, ഓടരുത് കുട്ടികളെ, അവർ എഴുന്നേക്കും. ശരി മുത്തശ്ശ. അല്ല, ഈ ശബ്ദം എവിടുന്നാ വരുന്നത്? അത് അവിടുന്ന് വരുന്നെന്ന് തോന്നുന്നു. നമുക്ക് അവിടെ ചെന്ന് നോക്കാം. ആ ഇൻസ്പെക്ടർ ഗോലി ആൻഡ് ഗോഗി, നിങ്ങൾ മേളിൽ ചെന്ന് നോക്കാം. ഈ ആനയങ്ങളും പോപ്പട്ടങ്ങളും ചെറുതായി തലകുത്തന്നെയാണ് ഓടിഞ്ഞിരിക്കുന്നത്. ചെറുതായിട്ടല്ല, ഇവര് ശരിക്കും തലകുത്തിയാണ് നിൽക്കുന്നത്. ഇൻസ്പെക്ടർ സോനു, അവരെ രണ്ടുപേരും അറസ്റ്റ് ചെയ്തു. കള്ളൻ, കള്ളൻ, പിടിക്കവരെ വിടരുത്. കള്ളൻ, 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 പിടിക്കാൻ വേഗം പിടിക്കേ.
ഓടിക്കോ മമ്മി, ആരാത്? നീ ആരാടാ? ചേടാ, ഞാനൊരു കള്ളനാ, കള്ളൻ. ഇപ്പൊ പിടികിട്ടി. ഞാൻ ഉദ്ദേശിക്കുന്നത് ശരിയാണെങ്കിൽ നീ ആ തടിയൻ മങ്കു തന്നെയല്ലേ? അതെ അതെ, ഞാൻ മങ്കു തന്നെയാ. പക്ഷെ എന്നെയും തിരിച്ചറിയാൻ ലോകത്ത് ആൾക്കാരുണ്ടെന്നറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായി. ശംഖു കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കണ്ട എന്നോട് ഇത്തിരി ബഹുമാനം തോന്നിയെന്നെ. എടാ മന്ദബുദ്ധി, ഞാൻ ശംഖുവാടാ. നിന്നെ ബഹുമാനിക്കാനും അഭിനന്ദിക്കാനും ഒന്നും എന്നെ കിട്ടൂല. അതെന്താ ശംഖു? കാരണം നമ്മള് ലോകത്തുള്ള സകല ജനങ്ങളുടെയും കണ്ണിൽ മണ്ണിട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ മൂന്നാമത്തെ മോഷണമാണ് നടത്താൻ പോകുന്നത്. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് എന്റെ തൊപ്പി മുഴുവൻ നിറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊന്നും നിറഞ്ഞ് കിട്ടുന്നത് വരെ എന്റെ മനസ്സിന് കിട്ടില്ല മനസമാധാനം. വാചകം അടിക്കാതെ പണിയെടുക്കാൻ നോക്കടാ. കുറച്ചു നാളായി ഞാൻ പല്ല് തേച്ചിട്ട്. ഇത് കയ്യിലിരിക്കട്ടെ, നാളെ തൊട്ട് ഇത് കൊണ്ട് പല്ല് തേക്കാവല്ലോ. പക്ഷെ പേസ്റ്റും കൂടി എടുക്കണം. നിങ്ങളെ രണ്ടുപേരും ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്കറിയാം. പുറത്തേക്ക് വാ. കൈ രണ്ടും പൊക്കി പിടിച്ച് പുറത്തേക്ക് വരുന്നതാ നല്ലത്. ഇനി ആ കട്ടിന് പിന്നിൽ ഒളിച്ചിരുന്നിട്ട് ഒരു പ്രയോജനവുമില്ല. പുറത്തേക്ക് വന്നേക്ക്, നമ്മളെ പോലീസ് പിടിച്ചു. നിങ്ങൾക്കിത് എന്താ പറ്റിയ അങ്കിൾ? വല്ല കുമ്മാക്കുഴിയിലും ചെന്ന് വീണോ? എടാ തടിയാ, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നേ? പോലീസിന് പെട്ടെന്ന് പൊക്കം കുറഞ്ഞതാണോ അതോ നമ്മൾ നീണ്ടു വളർന്നു പോയതാണോ? ടോർച്ച് ഒന്ന് ഓഫ് ചെയ്യൂ എന്റെ കൊച്ചു പോലീസേ. ദയവായി ചങ്കുവിന്റെ കണ്ണിലേക്ക് ലൈറ്റ് അടിക്കല്ലേ. നിങ്ങൾ ആരാണ്? ഞങ്ങള് ചങ്കുവും മങ്കുവും. ദേ നിൽക്കുന്നു ചങ്കുവും, പിന്നെ ഈ നിൽക്കുന്നത് മങ്കുവും. നിങ്ങളുടെ ഏരിയയിൽ ചുറ്റിക്കറങ്ങുന്നുണ്ട് ചങ്കു മങ്കു എന്ന് പേരുള്ള രണ്ട് കള്ളന്മാർ. ഇപ്പൊ പിടികിട്ടി, നിങ്ങൾ യഥാർത്ഥ കള്ളന്മാരാണല്ലേ. നിങ്ങളെ കുറിച്ച് കാലത്തെ സച്ചിദാനന്ദൻ അങ്കിൾ ടിവിയിൽ പറഞ്ഞായിരുന്നു. എടാ എടുക്ക, നിന്റെ ഓർമ്മശക്തി വളരെ ഷാർപ്പാണല്ലോടാ മോനെ. എന്റെ ശബ്ദവും വളരെ ഷാർപ്പാണ് അങ്കിൾ. കള്ളൻ കള്ളൻ. ചങ്കു, അവൻ നമ്മുടെ സഞ്ചി അടിച്ചോണ്ട് പോയിരിക്കുക. നേരത്തെ നമ്മൾ മോഷ്ടിച്ച സാധനങ്ങളും ആ ബാഗിനകത്തുണ്ട്. വെറുതെ കിടന്ന് മോങ്ങാതെ വായടച്ച് മിണ്ടാതിരിക്കടാ. വേഗം ചെയ്തവനെ പിടിക്കാൻ നോക്ക്. വാ അങ്കിൾ, രണ്ടുപേരും വാ. ചിലപ്പോ ടപ്പു കള്ളന്മാരുടെ പുറകെ, ചിലപ്പോ കള്ളന്മാർ ടപ്പുവിന്റെ പുറകെ. ടു മച്ച് ഫൺ. അച്ഛാ, മുത്തശ്ശ, ആന അങ്കിൾ, എല്ലാവരും അത് പുറത്തു വന്ന് നമ്മുടെ വീട്ടിൽ കള്ളം കേറി. എടാ ചേട്ടാ മോനെ, ഒന്ന് വേഗം വാ. നമ്മുടെ സൊസൈറ്റി കള്ളം വന്നിട്ടുണ്ടെന്ന്. എന്താ നിങ്ങൾ ഈ പറയുന്ന അച്ഛാ? ടപ്പ് പറഞ്ഞ് നിങ്ങൾ കണ്ണു അടച്ച് വിശ്വസിച്ചിരിക്കുക. ഇതൊക്കെ അവന്റെ അടവാന്ന് അതും ഇതും പറഞ്ഞ് നമ്മളെ പിടിക്കാനാ. നമ്മളെ കുരങ്ങ് കളിപ്പിച്ചിട്ട് ആ പിള്ളേരെല്ലാം എങ്ങോട്ടാടാ പോയത്? ആദ്യം നമുക്ക് അവരെ കണ്ടുപിടിക്കണം. വാ, ഈ പ്രാവശ്യം നമ്മൾ പുറകിലൂടെ പോയി വേണം അവരെ പിടിക്കാൻ. വാ. ഹലോ അങ്കിൾസ്, ഞങ്ങള് നിങ്ങളുടെ പുറകെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുക.
അവിടെ ഒരു കയറ് കിടക്കുന്നു. ഇതിൽ പിടിച്ചു വലിഞ്ഞു കയറി മേലോട്ടങ്ങ് പോയേക്കാം. ഇൻസ്പെക്ടർ ഗോഗി ജംപ്. ഇൻസ്പെക്ടർ ഗോലി ജംപ്. ആ ചെക്കന്മാര് നമ്മുടെ പ്ലാൻ മൊത്തം കുളമാക്കിയിരിക്കുക. കൈവിട്ടു പോയ സഞ്ചി നമ്മൾ എങ്ങനെയാ തിരിച്ചു പിടിക്കുന്നത്? കറണ്ട് കെട്ട് തീരുന്നതിന് മുമ്പ് എല്ലാം അടിച്ചു മാറ്റണമല്ലോ. എന്തായാലും വാ. എടാ എടാ നമ്മുടെ സഞ്ചിയല്ലടാ അത്. ഇത് വേണോ? എന്നാ ഇതാ എടുത്തോ. കിട്ടിയ ചാൻസ് കളയണ്ട. വാ. അവിടെ നല്ല മണം വരുന്നുണ്ടല്ലോ. കണ്ടിട്ട് കൊതി വരുന്നെങ്കിൽ കഴിച്ചേക്കാം. നീ എന്തായി ചെയ്യുന്നേ? പെർഫ്യൂം നല്ല മണമാണെന്ന് തോന്നുന്നു. എടാ മങ്കു, ഈ പ്രാവശ്യം വളരെ പ്ലാനിങ്ങോട് കൂടി വേണം മുൻപോട്ട് പോകാൻ. ഓക്കെ ചങ്കു. Come on, Tapu Sena, next plan. എടാ ഞാൻ നിന്റെ തൊട്ട് പുറകെ തന്നെ ഉണ്ട്. പിന്നെ എങ്ങനെ ഞാൻ നിന്നെ രക്ഷിക്കുന്നേ? Team charge. ഓടിക്കോ. നമ്മൾ ഇങ്ങോട്ട് വന്നതെല്ലാം വെറുതെ ആയി പോയല്ലോടാ. അവസാനം ഈ കുട്ടി പട്ടാളം നമ്മുടെ സഞ്ചിയും അടിച്ചു മാറ്റിക്കൊണ്ട് ഇവിടുന്ന് പോയി കളഞ്ഞല്ലോ. ചേടാ, ആ കൊതുകുകൾ ഇപ്പോഴും അച്ഛനെ കടിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ ശരിക്കും ചീറ്റിംഗ് ആണ് ജേട്ടാലാൽ. ഇനി ആ കുട്ടികളോടൊപ്പം ഞാനൊരിക്കലും കളിക്കാൻ കൂടില്ല. എന്താ കൂട്ടുകാരെ ഇത്? ഞാൻ എത്ര നേരം ഇവിടെ പതിഞ്ഞിരിക്കുന്നറിയോ? പക്ഷെ ആരും എന്നെ തേടി കണ്ടെത്താൻ വന്നില്ലെന്നേ. എടാ ടപ്പോ,
ഷടാ, അല്ല നിങ്ങൾ ഇതെല്ലാവരും കൂടെ ചേർന്ന് ആരുടെ കൂടെ കള്ളനും പോലീസും കളിക്കുന്നത്? ഞങ്ങൾ എല്ലാവരും ഇവിടെ അല്ലായിരുന്നോ പതുങ്ങിയിരുന്നത്? ശരിക്കുള്ള കള്ളന്മാരുടെ ഒപ്പമായിരുന്നു അച്ഛാ. അപ്പൊ ഇവിടെ ശരിക്കുള്ള കള്ളന്മാരും ഉണ്ടെന്നാണോ? എന്നാ പിന്നെ അവനെന്റെ വീട് മൊത്തം അടിച്ചു മാറ്റി കാണുമല്ലോ. എങ്ങനെ പിടിക്കുന്നേ? പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല അങ്കിൾ. ടപ്പുവിന്റെ പോലീസ് സേന അവരെ പിടിച്ചു കഴിഞ്ഞു. അവന്മാർ ഇതുവരെ അടിച്ചു മാറ്റിയ സാധനങ്ങളെല്ലാം തിരിച്ചു വാങ്ങിക്കുകയും ചെയ്തു. ശ്രദ്ധിച്ചു നോക്കൂ. അല്ല, എന്നെയല്ല, ഈ ധീരന്മാരായ കുട്ടികളെ നോക്കൂ. അവരുടെ ഈ ധീരമായ ഇടപെടൽ കാരണം പിടിക്കപ്പെട്ടിരിക്കുന്നു 2 കള്ളന്മാർ. ക്യാമറാമാൻ, കണ്ണിലുണ്ണി കണ്ണനും സംഘത്തിനൊപ്പം. സച്ചിദാനന്ദൻ.